വേണുവേട്ടനോടാ ചോദിച്ചത്. വീണ്ടും ആയുഷിന്റെ സ്വരമുയർന്നതും വേണു അടച്ച മിഴികൾ തുറന്നു. അത് ജോൺ സാറിനോട് വെറുപ്പുള്ള ഒരാൾ, ആമിയടത്തിയും ജോൺ സാറും അകലാനും ജോൺ സാർ ജയിലിലാവാനും പിന്നെ ആമിയടത്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചുവോ അതെല്ലാം അച്ചു വിചാരിക്കുന്നത് പോലെ പാർത്ഥസാരഥിയുടെ കളിയല്ല. പിന്നെ പാർത്ഥസാരഥി അയാൾ വെറുമൊരു ബിനാമി മാത്രം. ശരിക്കുമുള്ള ശത്രു ചുറ്റും പുകപടലം തീർത്ത് അതിനുള്ളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ആരാണയാൾ? അത് ചോദിക്കുമ്പോൾ ആയുഷിന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകയിരുന്നു. എല്ലാത്തിനും പിന്നിലുള്ള ആളെ പറഞ്ഞാൽ അച്ചു വിശ്വസിക്കുവോ? പറയ്, അതിനുശേഷമല്ലേ വിശ്വാസത്തിന്റെ കാര്യം. ഒരു നിമിഷം വേണു നിശബ്ദനായി. പിന്നെ പതിയെ പറഞ്ഞു, കൃഷ്ണദത്തൻ സാർ, അച്ചുവിന്റെ അച്ഛൻ. ആയുഷിന്റെ മിഴികൾ ഒന്ന് കുറുകിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആ മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് വേണുവിന് സംശയം തോന്നി. ഇനി വേണുവേട്ടൻ ഒന്നും പറയണ്ട. നേരായാലും നുണയായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. വേണുവേട്ടൻ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാ സത്യവും ഞാനായി തന്നെ കണ്ടെത്തുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും എനിക്കുണ്ടാവും. എതിർഭാഗത്ത് അച്ഛനായാലും വേണുവേട്ടനായാലും ആയുഷിന്റെ ശിക്ഷയുടെ കാഠിന്യം കൂടുമെന്നല്ലാതെ ഒരിക്കലും കുറയില്ല. അവിടെ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കില്ല ആയുഷ് കൃഷ്ണ. ഒരു കൊടുങ്കാറ്റ് പോലെ ആയുഷ് പുറത്തേക്ക് കുതിച്ചു. ആയുഷ് പോയതും ഇമ്മാനുവൽ ഉള്ളിലേക്ക് വന്നു. ആയുഷ് എഴുന്നേറ്റ് പോയ കസേരയിൽ അയാൾ ഇരുന്നു. അച്ചു എന്തു പറഞ്ഞു വേണു? വേണു അയാളുടെ മുഖത്ത് നോക്കി വിഷാദ ചുവയുള്ള ഒരു ചിരി ചിരിച്ചു. അവൻ വിശ്വസിച്ചില്ല അല്ലേ? ആയുഷ് പറഞ്ഞതെല്ലാം വേണു അയാളെ ധരിപ്പിച്ചു. അച്ചു പറഞ്ഞതാണ് ശരി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ചെയ്തത് അച്ഛനാണെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കണമെന്നില്ല. സ്വയം കണ്ടെത്തട്ടെ. അതിനൊരു മൂളൽ മാത്രമായിരുന്നു വേണുവിൻ്റെ മറുപടി. ഡോറിൽ തട്ടിക്കൊണ്ട് ഒരു നേഴ്സ് അകത്തേക്ക് വന്നു. അവർ കയ്യിലെ ട്രേയിൽ നിന്നും 2-3 തരം ഗുളികയെടുത്ത് ഇമ്മാനുവലിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് ഭക്ഷണശേഷം കൊടുക്കണം. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. വേണു ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ പോയി ഭക്ഷണം വാങ്ങി വരാം. അയാൾ കയ്യിലെ ഗുളികകൾ ഒരു കടലാസിൽ പൊതിഞ്ഞ് മേശയുടെ മേലെ വച്ചു. വേണ്ട സാർ, സാർ പൊയ്ക്കോളൂ, ഞാൻ സിസ്റ്റർമാരുടെ ഹെൽപ്പ് ചോദിച്ചോളാം. അത് പറയുമ്പോൾ വേണുവിൻ്റെ മുഖത്ത് സങ്കടം തിങ്ങിയിരുന്നു. ഈ അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ടും തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പോലും ചോദിക്കാതെ ആയുഷ് പോയതാണ് ആ മുഖത്തെ സങ്കടത്തിന് കാരണം. ഇമ്മാനുവൽ വേണുവിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഡോർ തുറന്ന് ജോണും ജോലിയും കയറി വന്നത്. ജോലിയുടെ കയ്യിൽ ഭക്ഷണമടങ്ങിയ കിറ്റുമുണ്ടായിരുന്നു. ആഹാ, നിങ്ങളെത്തിയോ? ഇമ്മാനുവൽ ചിരിയോടെ ജോണിനെ നോക്കി. ആ, സാം ജോലിയെ കൈപ്പറമ്പിലാക്കിയിട്ട് പോയി. ഞാൻ അപ്പോൾ തന്നെ ജോലിയെയും കൂട്ടി ഇങ്ങ് പോന്നു. ഞാൻ വേണുവിന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങട്ടെ എന്ന് കരുതി താഴോട്ടിറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മാനിച്ചായ. എന്നാൽ വേണുവിന് എന്തെങ്കിലും കൊടുക്ക്, സിസ്റ്റർ മരുന്ന് തന്നിട്ടുണ്ട്. ജോൺ വേണുവിൻ്റെ അടുത്തിരുന്നു. എങ്ങനെയുണ്ട് വേണു? വേദനയ്ക്ക് കുറവുണ്ടോ? അതിന് മറുപടിയായി പതിഞ്ഞൊരു പുഞ്ചിരിയാണ് വേണു ജോണിന് കൊടുത്തത്. നമ്മുടെ ഭാഗത്ത് തെറ്റോ ശരിയോ എന്തെങ്കിലും ഉണ്ടാകട്ടെ, ദേഹം നോവിക്കുന്നുണ്ടോ തിരിച്ച് കൊടുത്തേക്കണം, അല്ലാതെ കിട്ടുന്നത് മുഴുവൻ വരവ് വയ്ക്കുകയല്ല വേണ്ടത്. വേണു അതിനും മറുപടി പറഞ്ഞില്ല. അപ്പോഴും അവൻ്റെ ഉള്ളിൽ ആയുഷായിരുന്നു. അവനായിരുന്നു ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ ഞാൻ അവനെ ഇട്ടേച്ചു പോകുമോ? സ്നേഹമില്ലാത്തവൻ. മിഴികളിലൂറിയ നീർക്കണങ്ങളെ ജോൺ കാണാതെ ഇരിക്കാൻ വേണു ചുവരിനടുത്തേക്ക് മുഖം തിരിച്ചു. വേണു, ജോലി ഇവിടെ നിൽക്കും വേണുവിൻ്റെ തുണയ്ക്ക്. ഞാൻ പോയി രാത്രിയിൽ വരാം. അയ്യോ വേണ്ട സാർ, നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ. അത് ഞങ്ങൾ തീരുമാനിക്കാം. നീ ഇപ്പോൾ ഇവിടെ വെറുതെ കിടന്നാൽ മതി. ഒന്നുമില്ലേലും എൻ്റെ അല്ലുമോളുടെ പ്രിയപ്പെട്ട വേണുവേട്ടനല്ലേ? അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പകരം അവളായിരിക്കും ഇവിടെ. നീ ഒന്നിനും നാണക്കേട് വിചാരിക്കേണ്ട വേണു. അങ്ങനെ പറഞ്ഞ് പേഴ്സിൽ നിന്നും കുറച്ച് പണം എടുത്ത് ജോലിയുടെ കയ്യിൽ കൊടുത്തു ജോൺ. മാനിച്ചായം വരുന്നില്ലേ? രാത്രിയിൽ സാം വന്ന് ജോലിയെ കൂട്ടിക്കോളും. അപ്പോഴേക്കും ഞാനും ഇങ്ങെത്തുന്നുണ്ട്. ജോൺ ഇമ്മാനുവലിനെ നോക്കി. ജോലി തനിച്ച്? അതിനെന്താ ഇച്ചായ? ജോണിച്ചായൻ വൈകിട്ട് വരുമല്ലോ. അവിടെ അമ്മച്ചിയും ചേട്ടത്തിയും തനിച്ചല്ലേ. ഇച്ചായൻ പൊയ്ക്കോളൂ. ജോലി പറഞ്ഞത് കേട്ട് വേണു തല തിരിച്ച് അവളെ നോക്കി. കുട്ടിയും പൊയ്ക്കോളൂ, ഇവിടെ ആരും വേണ്ട. ജോലി വേണുവിൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. കുട്ടിയോ? ഞാനെന്നാ തൻ്റെ കുട്ടിയായത്? ജോലി ദേഷ്യത്തോടെ ചോദിച്ചു. കുട്ടി അല്ലെങ്കിൽ തള്ള. മെല്ലെയാണ് അത് പറഞ്ഞതെങ്കിലും ജോലി അത് വ്യക്തമായി കേട്ടിരുന്നു. ഇവര് പോട്ടെ, ഇതിനുള്ള മറുപടി ഞാൻ തരാട്ടാ. അവൾ തല വേണുവിൻ്റെ മുഖത്തോടടുപ്പിച്ച് അവന് മാത്രം കേൾക്കാൻ പറ്റിയ സ്വരത്തിൽ മെല്ലെ പറഞ്ഞു. അതിനുശേഷം ഇച്ചായന്മാരെ യാത്രയാക്കാൻ അവൾ പുറത്തേക്ക് പോയി. ഇമ്മാനുവൽ വേണുവിനോട് യാത്ര പറഞ്ഞ് ജോണിൻ്റെ കൂടെ പോയി. അവർ പോയതും ജോലി അകത്ത് കടന്ന് വാതിൽ ലോക്ക് ചെയ്തു.
അയ്യോ, കുട്ടി എന്തിനാ വാതിലടയ്ക്കുന്നേ? അത് തുറന്നു കിടന്നോട്ടെ. അതെന്താ, വാതിലടച്ചാൽ കുട്ടി വന്ന് നിങ്ങളെ പിടിച്ചു തിന്നുമോ? അവളുടെ സംസാരം കേട്ട് വേണുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഫോൺ ചെയ്ത് വരുത്തി ഇടിപ്പിച്ചിട്ട് ഇപ്പോൾ നോക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട, ഇവിടെ നിന്നൊന്ന് പോയി തന്നാ മതി. അങ്ങനെ ഇപ്പോൾ പോകാൻ സൗകര്യമില്ല. ഇടിപ്പിച്ചെങ്കിൽ കണക്കായി പോയി. ചെറ്റത്തരം കാട്ടിയിട്ടല്ലേ തന്നെ തിരിച്ചറിയില്ലെന്ന് കരുതിയോ? മുതൽ മാത്രമേ ഇപ്പോൾ തന്നിട്ടുള്ളൂ, പലിശ ബാക്കിയാ. അത് ഞാനാ തരുന്നത്. എല്ലാം ചേർത്ത് കണക്ക് ബുക്കിൽ എഴുതി വച്ചോ. ജോലിയുടെ വാക്കുകൾക്ക് വേണു മറുപടിയൊന്നും പറഞ്ഞില്ല. ജോലി ഷാളിൻ്റെ 2 തലയും സൈഡിലേക്ക് പിടിച്ച് കൂട്ടിക്കെട്ടി. കൊണ്ടുവന്ന കിറ്റിൽ നിന്നും ചോറിൻ്റെ ഡപ്പയെടുത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോറെടുത്തിട്ടു. കറികളുടെ മൂടിയെല്ലാം തുറന്ന് അതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ടു. അതിനുശേഷം ചോറും കറികളുമെല്ലാം അടച്ച് കവറിൽ തന്നെ വച്ചു. എന്നിട്ട് വാഷ് ബേസിനിൽ കൈ കഴുകി വന്നു. ജോലി ചെയ്യുന്നതെല്ലാം നോക്കി കിടക്കുന്നുണ്ട് വേണു. കൈ കഴുകി വന്ന ജോലി പ്ലേറ്റിലെ ചോറ് കൈ കൊണ്ട് നന്നായി കുഴച്ചു. അയ്യയ്യേ, ഈ പെണ്ണ് എന്തായി കാണിക്കുന്നേ? ഇവളുടെ കൈ കൊണ്ട് കുഴച്ചുരുട്ടിയതാണോ ഞാൻ കഴിക്കാൻ പോകുന്നത്? എനിക്കെങ്ങും വേണ്ട. വേണുവിന് ഓക്കാനിക്കാൻ വന്നു. ജോലി വീണ്ടും കൈ കഴുകി വന്നു. എന്നിട്ട് ആ പ്ലേറ്റിലേക്ക് ഒരു സ്പൂൺ എടുത്ത് വെച്ച് അതുമായി വേണുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. അപ്പോൾ നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട, ഇയാൾ തന്നെ കഴിച്ചോ. വേണു ചോരിന് നേർക്ക് മുഖം തിരിച്ചു കിടന്നു. അച്ചോടാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഞാൻ തരും, വേണുകൂട്ടൻ കഴിക്കും. റെഡി, സ്റ്റാർട്ട്. വേണു അവളുടെ നേർക്ക് രൂക്ഷമായി നോക്കി. ഈ നോട്ടം കൊണ്ടൊന്നും ചന്തുവിനെ തളർത്താൻ പറ്റില്ല മക്കളെ. പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. വേണു പുച്ഛത്തിൽ ചിറുകോട്ടി. എല്ലാ സിനിമയിലെ ഡയലോഗും ഒന്നിച്ചടിക്കല്ലേ, ഓരോന്നിലെയായിട്ട് പറയല്ല നെല്ല്. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിച്ചോണം, അല്ലെങ്കിൽ ശിക്ഷാമുറകൾ വേറെ വരും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, കൊണ്ടുപോയിക്കോ. അങ്ങനെ വേസ്റ്റാക്കാൻ വേണ്ടി ജോലി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ജോലി അതും പറഞ്ഞ് അവൻ്റെ ബെഡിൻ്റെ അരികിൽ വന്നിരുന്നു. ആ സമയത്താണ് ഡോർ തുറന്ന നഴ്സ് അകത്തേക്ക് വന്നത്. ആഹാ, ഭക്ഷണം കൊടുക്കാണോ? ഇങ്ങനെ കഴിക്കാൻ പാടില്ല, തല ഉയർത്തി വയ്ക്കണം, ഞാൻ സഹായിക്കാം. നഴ്സ് ബെഡിൻ്റെ തലഭാഗം ക്രേസിയറിൽ ഉയർത്തി വെച്ചു. ഇപ്പോൾ വേണുവിൻ്റെ നെഞ്ചു മുതൽ ഉയർന്നിട്ടാണ്. വേണുവിന് ആ കിടത്തം ഒരാശ്വാസമായി. ഇനി ഭക്ഷണം കൊടുത്തോളൂ, അതിൻ്റെ ഇടയിൽ ഞാനൊരു ഇഞ്ചക്ഷനും കൊടുത്തോളാം, നഴ്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജോലി സ്പൂണിൽ ചോറ് കോരി വേണുവിൻ്റെ ചുണ്ടിന് നേർക്ക് നീട്ടി. നഴ്സ് അവിടെ നിൽക്കുന്നതിനാൽ വേണുവിന് വായി തുറക്കാതെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. നിവൃത്തികേട് കൊണ്ടാണ് വേണു ഓരോ വായും കഴിച്ചത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണോ? പെട്ടെന്നുള്ള നഴ്സിൻ്റെ ചോദ്യത്തിൽ വേണുവിന് ചോറ് തലയിൽ കയറി. ജോലി വേഗം ചെറിയ ബോട്ടിൽ വെള്ളമെടുത്ത് അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒപ്പം ശിരസിൽ മൃദുവായി തട്ടുന്നുമുണ്ട്. സിസ്റ്റർ എന്താ ചോദിച്ചത്? വേണുവിൻ്റെ ചുമയൊന്ന് ഒതുങ്ങിയപ്പോൾ ജോലി നഴ്സിനോട് ചോദിച്ചു. നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണോ എന്ന്. സിറിഞ്ചിലേക്ക് മരുന്ന് കയറ്റിക്കൊണ്ട് നഴ്സ് വീണ്ടും ചോദിച്ചു. അതെ, ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. എന്തേ, ഞങ്ങളെ കണ്ടാൽ അങ്ങനെ തോന്നില്ലേ? ജോലി ചിരിച്ചുകൊണ്ട് നഴ്സിനെ നോക്കി. പിന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയും പോലെ നല്ല ജോഡിയാ. സിസ്റ്റർ തംസപ്പ് കാണിച്ചു. വേണു നഴ്സിൻ്റെ മുഖത്തേക്കും ജോലിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. അവൻ്റെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. എത്ര കുട്ടികളാ? കൈത്തണ്ടയിലൂടെ മരുന്ന് കയറുമ്പോഴാണ് വേണു ആ ചോദ്യം കേട്ടത്. കുട്ടികളോ? 4. ജോലിയുടെ മറുപടി. വലത് കൈ അനക്കാനും വയ്യ, ഇടത് കൈയിൽ ഇഞ്ചക്ഷൻ്റെ മരുന്ന് കയറുന്ന വേദനയും. അല്ലെങ്കിൽ ഈ ഇടം കൈയിൻ്റെ ചൂട് അറിഞ്ഞനേവൾ. ദേഷ്യം അടക്കി നിർത്താൻ വേണു പാടുപെടുന്നുണ്ടായിരുന്നു. 4 കുട്ടികളോ? അവരെ നോക്കാൻ വീട്ടിൽ ആളുണ്ടാവുമില്ലേ? ഇന്നത്തെ കാലത്ത് കുട്ടികൾ 1 or 2 അതിൽ നിർത്തും. അപ്പോഴാ 4 കുട്ടികൾ. നഴ്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടന് വീട് മുഴുവൻ കുട്ടികൾ വേണമെന്ന ആഗ്രഹം. അതൊക്കെ ഇപ്പോൾ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് തന്നെ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റിയിട്ടല്ല, എന്നാലും 4ൽ അങ്ങോട്ട് നിർത്തി. സംസാരിക്കുന്നതിനിടെ ജോലി വേണുവിൻ്റെ വായ കഴുകിക്കുകയും മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ജോലിയുടെ സംസാരം കേട്ട് ചിരിയോടെ നേഴ്സ് പുറത്തേക്ക് പോയി. ജോലിയും ചിരിയോടെ തന്നെ പ്ലേറ്റ് എടുത്ത് വാഷ് ബേസിൻ്റെ അടുത്ത് പോയി കഴുകി വന്നു. 4 പറഞ്ഞത് കുറഞ്ഞു പോയോ? അല്ല, മുഖം ഇങ്ങനെ ബലൂൺ പോലെ വീർത്തിരിക്കുന്നുണ്ടേ. ഒരു 6 പറയായിരുന്നു അല്ലേ? എനിക്കും തോന്നി കുറഞ്ഞു പോയെന്ന്. സാരല്ല കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ടൈമിൽ ശരിയാക്കാം, അവൾ പുച്ഛം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഈ 6 താങ്ങുമോ? അല്ല, കപ്പാസിറ്റി കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. അവനും അതേ പുച്ഛത്തോടെ പറഞ്ഞു. അത് വേണുക്കുട്ടന് തോന്നുന്നതാ, എനിക്ക് പവർ ഇത്തിരി കൂടുതലാ. അവളും അതേ നാണയത്തിൽ തിരിച്ചു പറഞ്ഞു. ഇവിടെ നിന്നും പോയി തരാൻ ഞാൻ എന്ത് തരണം? എനിക്ക് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല.
അങ്ങനെ ഇപ്പോൾ പോവാൻ മനസ്സില്ല. ഞാൻ അന്ന് അനുഭവിച്ചതിനൊക്കെ തന്നെ കൊണ്ട് കണക്ക് പറയിച്ചിട്ടേ ജൂലി ഈ റൂമിൽ നിന്നും പുറത്തു പോകൂ. കാത്തിരുന്നോ? അങ്കക്കലി ബാധിച്ചവളുടെ നാവിൽ നിന്നും മുതിർന്ന വാക്കുകൾ കേൾക്കെ ഇതെല്ലാം താൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന തോന്നലിൽ വേണു കണ്ണുകൾ മുറുക്കി അടച്ചു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് പാർത്ഥസാരഥി നോക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഇന്നാണ് ആദിയെയും വിനയനെയും ഡിസ്ചാർജ് ചെയ്തത്. ആദിയെ വീട്ടിൽ ഇറക്കിയതിന് ശേഷം വിനയനെ വീട്ടിലാക്കാൻ വിനയന്റെ വീട്ടിൽ എത്തിയതായിരുന്നു പാർത്ഥസാരഥി. ആ പറയൂ സാർ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണല്ലോ പാർത്ഥസാരഥി. അങ്ങനെ ചിന്തിക്കാൻ എന്തുണ്ടായി? വേണു ഹോസ്പിറ്റലിലാണ്. അവനെ ജോണിന്റെ വീട്ടുകാർ തിരിച്ചറിഞ്ഞു. ജോണിന്റെ ഏട്ടനും മകനും കൂട്ടുകാരനും ചേർന്നാണ് അവനെ മലർത്തി അടിച്ചതെന്നാ കേട്ടത്. വേണു അതെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമോ അവരോട്? അങ്ങനെയാണെങ്കിൽ അതെല്ലാം ആയുഷ് അറിയാൻ ചാൻസ് ഉണ്ട്. ഞാൻ അന്നും പറഞ്ഞതാ വേണുവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ചതിക്കുമെന്ന്. അപ്പോൾ സാറിനെന്തായിരുന്നു? അവനെ ഭയങ്കര വിശ്വാസം. വേണു പറയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാലും റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് അവൻ്റെ ചീട്ടങ്ങ് ചീന്താ ഞാൻ. വേണു ഫിനിഷ്. പുറം ലോകം കാണാൻ ഹോസ്പിറ്റലിൽ നിന്നും വേണു ജീവനോടെ പുറത്തേക്ക് വരില്ല.